ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നോമ്പ് ശരിക്കും എത്ര? 11 അതെ 12. നോമ്പിന്റെ എണ്ണ ഒന്ന് പെട്ടെന്ന് പിടുത്തം കിട്ടുന്നില്ല. അപ്പൊ 11 അപ്പൊ 11ാമത്തെ നോമ്പിനുള്ള ഒരുക്കങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. ഒരുക്കങ്ങൾ എന്ന് വെച്ചാല് ഇതുവരെ ആള് ഫുള്ള് തിരക്കിയിരുന്നു. എന്താ വെച്ചാൽ ഈ വീഡിയോന്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇതുവരെ ഒരു ഒഴിവുണ്ടായിരുന്നില്ല. പിന്നെ കുറെ കിടന്നിറങ്ങി. ഇപ്പൊ ഞാൻ പോയാലും ശരി. അപ്പൊ ഞങ്ങൾ ചെറിയ ഷോർട്സ് ഒക്കെ എടുത്തിട്ട് പിന്നെ ഞാൻ അങ്ങനെ എനിക്ക് ലോറിയിൽ എംസാന്റെ കയറ്റാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എംസാന്റെ കയറ്റാൻ വേണ്ടി പോയിന്ന്. ഇന്ന് ഞാൻ എന്തൊക്കെ കാട്ടി കിടന്നേക്കണ്. എനിക്ക് ഭയങ്കര രാവിലെ നീച്ച മുതൽ ഊരവേദന. അപ്പൊ എനിക്ക് നീച്ചെടുക്കാൻ പറ്റില്ല. ഭയങ്കര ക്ഷീണം അല്ലേ? മടിച്ചു കിടന്നാണ്. പിന്നെ അതിലുപരി നല്ല അടിപൊളി മഴയാണ് ഇപ്പട്ട. അപ്പൊ ഓള് കിടക്കുമ്പോഴൊന്നുമില്ല. ഇപ്പൊ നല്ല അടിപൊളി മഴയാണ്. ഇപ്പൊ കുറച്ച് ചുരുങ്ങിയിട്ടുണ്ട്. കുട്ടികളെ കടവ ടെറസിന്റെ മേലെ വെള്ളത്തിൽ കിടന്ന് ചാടി ഉല്ലസിക്കാണ്. നല്ലൊരു പെരുമ ഇപ്പൊ കഴിഞ്ഞ്. പക്ഷെ അള്ളാഹു നോമ്പ് കുഴക്കൂലെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മഴ തരുന്നോണ്ടൊരു സമാധാനം ഉണ്ട്. അത് എല്ലാ വർഷവും നമ്മള് കഴിഞ്ഞ വർഷം അതിന്റെ മുന്നത്തെ വർഷമൊക്കെ നമ്മള് ചൂട് വന്നപ്പോ ചോദിച്ചാൽ എങ്ങനെ നമ്മള് നോമ്പ് വിൽക്കാനാവും. പക്ഷെ ഇടക്കിടക്ക് ഇങ്ങനെ മഴ തരുന്നോണ്ട് ചെറിയ സമാധാനം. രാത്രി കിടന്നിറങ്ങാനും സുഖമുണ്ട്. എന്നാലും ചെറിയ മഴ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ നല്ല മഴക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. കമന്റ് ചെയ്തിരുന്നു ഞങ്ങളുടെ ഭാഗത്ത് മഴയില്ല, കാസർഗോഡ് മഴയില്ല, എവിടൊക്കെ മഴയില്ല എന്നിങ്ങനെ കമന്റ് ചെയ്തു. പക്ഷെ ഇവിടെ എന്താന്ന് പറയുക, ഇപ്പൊ ഇന്നിപ്പോ ന്യൂസിൽ കാണിക്കുന്നുണ്ട് മലപ്പുറം വേറെ ഏതോ ജില്ലയും ജാഗ്രത പാലിക്കണം. അതെ, ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇതാ പിന്നെ ശരിക്കും വർഷകാലത്തിന്റെ ഒരു രൂപം വന്നിട്ടുണ്ട്. തണുപ്പും മഴ ഇങ്ങനെ എപ്പോഴും ചാറിക്കൊണ്ടിരിക്കുന്നത്. നല്ല മഴ പെയ്തു. ഇല്ലല്ല, ക്ഷീണൊക്കെ വിട്ട് ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. കാരണം ഇന്നൊക്കെ ഉച്ചക്കൊക്കെ ഒന്ന് പുറത്ത് കണ്ട് ഇറങ്ങാൻ കഴിയില്ല. അജ്ജാതി പെരുഞ്ചാതി ചൂട്. കുട്ടിമോനും ഭാവിയും കൂടി. അതെ, പിന്നെ തട്ടിപ്പോന്നേ വിശ്വസിക്കാൻ പറ്റൂല. അല്ലേ വിശ്വസിക്കാൻ ഉച്ചക്കൊക്കെ എംസാന്റെ കൊത്തിക്കയറ്റുമ്പോ എന്തെങ്കിലും തിന്നുകാണ്ടൊക്കെ കൊത്തിക്കയറ്റി വരാൻ പറ്റൂലേ? എന്താ പിന്നെ ഞാൻ പറയാ കാര്യം പറയണേ. അത് ഇവിടെ സ്കൂളൊക്കെ പോകുമ്പോ അങ്ങനെ തിന്നീനല്ലോ. അതുകൊണ്ട് പറയണേ. ഇവിടെ കമ്പനികളെ കൂടി രാജാസിന്റെ അവിടെ ഉണ്ടായാലും ഒരു ചെറിയ നിലമ്പര പീടിയല്ലേ? ഇല്ല, ഒരിക്കലും ചെയ്തിട്ടില്ല. വെറുതെ പറയണേ. രാജാസിന്റെ അവിടെ പല വീടുണ്ട്. പക്ഷെ ഒരിക്കലും അങ്ങനെ ഒന്നും ഇന്ന് വരെ ചെയ്തിട്ടില്ല. ആ കാര്യത്തിൽ പക്കയാണ്. കള്ളത്തരങ്ങളൊന്നും ഞാൻ ചെയ്യും. എല്ലാ കാര്യത്തിലും പക്കയാണ് അല്ലേ? അതിൽ ക്യാമറയിൽ മാത്രം. അപ്പോ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള്. ഇവിടെ ഒരാളുണ്ട്, കുട്ടിമാനോടൊക്കെയാണ്. കുഴപ്പമൊന്നുമില്ല. ചെറിയ കുറുമ്പൊക്കെ മനുഷ്യന്മാർക്ക് ഉണ്ടാവൂല. അത് പെരും കുറുമ്പാണത്. എത്തുകൂടി പോയിട്ടില്ല. പിന്നെ മനുഷ്യന്മാരാകുമ്പോ ദേഷ്യം ഉണ്ടാവും, കുറുമ്പുണ്ടാവും, വാശി ഉണ്ടാകും. എല്ലാ സംഭവം അടങ്ങിയതാണ് ഒരു മനുഷ്യനുള്ള പഠിച്ചിട്ടുള്ളത്. അപ്പൊ അതൊക്കെ മനുഷ്യൻ കാണിക്കും. എന്റെ സ്വഭാവം ഞാൻ കാണിക്കും, ഇവരുടെ സ്വഭാവം ഞാൻ കാണിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും വിപരീതം അതും കാണിക്കും. നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഇഷ്ടപ്പെട്ട് ജീവിച്ചാലേ ജീവിതാവും. അതാണ് ജീവിതം. വെറും സന്തോഷം മാത്രം ജീവിതാവല്ലോ. ആ ഒരു രസമില്ലാത്ത ജീവിതം എല്ലാം വേണം. അതാ വാർപ്പിന്റെ ഉള്ളിൽ ഭയങ്കര പണിയെടുത്തു. അവിടെ മേലെ ഭയങ്കര ആറാട്ട് ആളെ വലിച്ചിടാ. ആ മഴ പെയ്ത് മേലെ വെള്ളം നിൽക്കുന്നുണ്ട്. അതിൽക്കൂടി പെട്ടിയിൽ ആണ്ട് പോലെ ഇങ്ങോട്ട് പോലെ നമ്മള് പണ്ടത്തെ കാലത്ത് പാളയിലിട്ട് വെച്ചിരുന്ന 4:30 കഴിക്കുന്ന നേരം, 4:45 കഴിക്കുന്ന നേരം. അപ്പോ നൂൽപുട്ടും ചിക്കൻ കുറുമയും. ഇടിയപ്പല്ലയോ? ഇടിയപ്പല്ലയോ? ഏത് സ്നാങ്കാണ്? തിരുവനന്തപുരം പല ഭാഗങ്ങളതിന് ഇടിയപ്പം എന്നാണ് പറയണെന്ന് പറഞ്ഞേക്കാം അല്ലേ? നിങ്ങൾക്ക് പറഞ്ഞ ഒരു സംസാര രീതി പത്തനംതിട്ടയാണ്. പത്തനംതിട്ട എന്താ വെച്ചാല് ഗൾഫിൽ 10 വർഷം നിന്നിട്ട് പത്തനംതിട്ട, തിരുവനന്തപുരം, കൊല്ലം എവിടൊക്കെയാണ് ശരിക്കും അവിടെ ഉള്ള ആൾക്കാർ ഇത് ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഒരു കമന്റിലൂടെ തെറി വിളിക്കൂട്ടാ. അത്രയും അത് നമ്മൾ പൊതുവെ വേറൊരു നാട്ടിൽ പോയി പല ജില്ലകളും കൂടി ഒരു റൂം കിടന്നിരുന്ന ആൾക്കാരാണ്. അപ്പൊ അവരെ ഫുള്ള് പറിച്ചില്ല. എനിക്ക് ഈറണ്ട കേൾക്കണത് നമ്മക്ക് ഈ എത്താപത്താന്നുള്ള വർത്തനം കേട്ടോ. ഇവര് വർത്താനം എനിക്ക് ഈറണമെങ്കിൽ നല്ലപോലെ സംസാരിച്ചു നോക്കണേ. ഇല്ലയോ 100 നാട്ടിൽ 6 ഭാഷ അങ്ങനല്ലേ? നീ എവിടെയാടി അങ്ങനെ 6 നാട്ടിൽ 100 ഭാഷ അങ്ങനല്ലേ? അങ്ങനെ ഉണ്ടാ? ഞാൻ അവരോട് ചോദിക്കും ഇങ്ങനെ പെട്ടെന്ന് അവരൊക്കെ ഒരു ഓർമ്മ, നമ്മളെ കൂട്ടുകാരൊക്കെ ഓർക്കാൻ വേണ്ടി അവരെ ഭാഷയൊക്കെ ഓർമ്മ വരാൻ വൈകും. എടി വാളുവേ നീ എന്തിയാടി? ഞാൻ പുളിയക്കുലിക്ക് ഈറാണ്. നമ്മളെ സംസാരം കേൾക്കുമ്പോഴേ അവര് ചോദ്യങ്ങളുണ്ട്. അവര് നമ്മള് ചില മാസങ്ങളിൽ ശമ്പളം കിട്ടുമ്പോ ശരിക്കും തിരുവനന്തപുരത്തേരൊക്കെ നമ്മോട് ചോദിക്കും വന്നിട്ട്. പിന്നെ നമ്മോട് വന്നിട്ട് ശമ്പളം കിട്ടി ചോദിക്കും, ആ മുസ്തഫ റൂമി കാശല്ലോ ഇരിപ്പുണ്ടോടെ അല്ലേ? നമ്മളെ റൂമി കാശ് പോലെ ഇരിപ്പുണ്ടോടെ? ഉണ്ടോടെ?
അതേപോലെ നമ്മൾ എവിടെയെങ്കിലും സംസാരിച്ച് നിൽക്കണമെങ്കിൽ അവർ അവരെ ഭാഷ കളിയാക്കല്ല കേട്ടോ, നമ്മളെ ഓർമ്മകൾ പറയണേ. സുന്ദരമായ ഭാഷകളാണ്. മനസ്സിലാവാത്ത ഭാഷ കാസർഗോഡാണ്. ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ എവിടെ നിൽക്കുകയാണെങ്കിൽ നേരെ വന്നിട്ട് ഞങ്ങളെ ചെഫ് ഞങ്ങളെ വഴക്ക് പറയൽ, എന്താ പറയാ, ചീത്ത പറയല്, എന്തോ അവിടെ ഇവിടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണേ കാര്യം. അപ്പൊ അതാണ് അവര് സംസാരിച്ചുകൊണ്ടിരിക്കണെന്നുള്ളത്. അപ്പൊ ഏതായാലും നല്ല ഭാഷയാണ്. എന്താണ് ഇവിടെ തെല്ലുണ്ടാക്കണേ, എന്താണ് തിരക്കുണ്ടാക്കണേ, എന്താണ് നിങ്ങൾ ഇവിടെ വർത്താനം പറഞ്ഞിരിക്കണേ? അല്ലല്ല, മലപ്പുറത്ത് അങ്ങനെ അവര് ഇവിടെ എന്തെങ്കിലും വർത്താനം പറഞ്ഞിരിക്കണേ. കാസർഗോഡാണ് ഇവിടെ എന്താ പറയാ വർത്താനം, എന്തോടെ വർത്താനം പറഞ്ഞിരുന്നത് ആണ് അവര് ചോദിക്കും. ബായക്കപ്പൊരി, പായം, കുട്ടിമാന്റെ കളിയൊക്കെ പയം പീങ്ങിയത്. അത് മാളിനോട് ഒരു ദിവസം ചോദിച്ചു, എങ്ങനെ മാളിന് അനിയത്തിരി വീട് പുഴന്റെ അടുത്താണ്. പറഞ്ഞു എവിടെ പോണേ? ഞാൻ അനിയത്തിരി വീട്ടിൽ പോണേ. അനിയത്തിരി വീട്ടിൽ പോണേ എന്റെ അവിടെ നല്ല പോയാക്കണ്ട് അല്ലേ? അപ്പൊ ഇവിടെ വളരെ ക്ലിയറിൽ സംസാരിക്കുള്ളൂ കേട്ടോ. ആക്കി ഞാൻ തമാശ പറഞ്ഞ. അപ്പോ കുട്ടിമോൻ വേഗം കുട്ടിമോനെന്നെ എന്നെ കളിയാക്കും. മോനിപ്പോ വലുതായതിനു ശേഷം എന്റെ സംസാരം നമുക്ക് പോരാ തോന്നുന്നുണ്ട്. ഇടക്കിടക്ക് ഞാൻ പറയണോക്കും ഇമ്മക്ക് നല്ലപോലെ സംസാരിച്ചൂടെ സ്ലാങ്. അപ്പോ ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഇടിയപ്പത്തിന് ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കണേ. എന്നിട്ട് ചിക്കൻ ആയിട്ടൊരു കുറുമ ഉണ്ടാക്കാണ്ട്. അതെ, നല്ല ഇടിവെട്ട് ചിക്കൻ കുറുമ. പിന്നെ ഇതുല്ലേ നൂൽപുട്ടില്ലേ. പിന്നെ രാത്രിയൊക്കെ ചില്ലൊക്കെ തെരഞ്ഞെടുത്തിട്ടാണോ ഉണ്ടാക്കിയിട്ട് കൊറേ. ഞങ്ങൾ ഈ നേരം വെളുത്ത ഈ ദോശ ഉണ്ടാക്കി ഞാൻ ദോശ എപ്പോഴും ഉണ്ടാക്കല് ചേട്ടാ. ഇപ്പൊ നോമ്പായിരുന്നില്ല, ലാസ്റ്റ് ആണ് നമ്മൾ ചെറിയ കുട്ടി പൊന്നു ഒരു ഷോർട്സ് കണ്ടുപിടിച്ച്. അങ്ങനെ ഓന് ആ ഷോർട്സ് ചെയ്തതിന് ശേഷം പല്ലിയ അല്ലേ. ഇന്നലെ പൊറോട്ട കഴിച്ചു, ഇന്ന് കഴിക്കാൻ താല്പര്യം ഉണ്ടാവില്ല കുട്ടികൾക്ക്. നാളെ ലാസ്റ്റ് നോമ്പിന് നമുക്ക് പറ്റൂല. എന്താ വെച്ചാൽ നമ്മള് ഓരോ തിരക്കിലും കാര്യങ്ങളൊക്കെ പെരുന്നാളിന്റെ ഞാനേ താല്പര്യം ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോ പെട്ടെന്ന് ഉണ്ടാക്കിയില്ലാന്ന് പറയണ്ടാച്ചിട്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ. പക്ഷെ ഞാൻ പൊറാട്ട ഉണ്ടാക്കണ അന്നിതാ വേറൊരു സംഗതി അടുക്കളയിൽ തൊടാൻ പാടില്ല. അത് കണ്ടീഷനാണ്. ഈ പരിസരത്തേക്ക് വരരുത്. ഞാനും കുട്ടിമോനും കഴിക്കാൻ ഫുൾ കാര്യങ്ങൾ. എന്നിട്ട് ഞാനും കുട്ടിമോനും എല്ലാം റെഡിയാക്കി അവിടെ കൊണ്ടുവച്ചിട്ട് അമ്മാളോ നോമ്പറക്കാൻ പോവാ. വേണ്ട, ഇരുന്ന് വേണ്ട, അത് പറ്റില്ല. അന്ന് ഫുള്ള് ഞങ്ങൾ രണ്ടാം കൂടി ഫുൾ ഐറ്റംസ് ഉണ്ടാക്കുക. പിന്നെ ഉറങ്ങുക. ഈ പരിസരത്ത് കാണരുത്. അപ്പൊ നൂൽപുട്ടിനുള്ളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള വെച്ചാൽ ചിക്കൻ കറി ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇഡ്ലി ചെമ്പിലാണ് കേട്ടോ ഇവിടെ നൂൽപുട്ട് ഉണ്ടാക്കലില്ല. അതിന് ശരിക്കും ഉണ്ടാക്കല്. അപ്പൊ നൂൽപുട്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളെ പഴയ ഇഡ്ലി ചെമ്പാണ് കേട്ടോ. അപ്പൊ തീയൊക്കെ കത്തിച്ചിട്ടുണ്ട്. ഇത് സംഭവം തരോ നൂൽപുട്ട് തിന്നിട്ടുള്ളത് എങ്ങനെ ഉണ്ടാക്കലെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഇഡ്ലി ചെമ്പിളാണോ നൂൽപുട്ട് ഉണ്ടാക്കല് ചോദിക്കുന്നത്. ഞാൻ സത്യം എനിക്കറിയില്ല. അപ്പൊ നമ്മുടെ നാട്ടിൽ പണ്ടൊന്നും മലപ്പുറം ഭാഗത്തുനിന്ന് ഇഡ്ലി എന്താന്ന് പോലും അറിയില്ലോ. അപ്പൊ അന്നൊക്കെ എങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി നൂൽപുട്ട്? ഒരു ഓട്ടപാത്രം വെക്കും. അതാ ഞാൻ പറഞ്ഞേ, ഒരു ഓട്ടപാത്രം എന്തിനോ പിന്നെ ഈ ബുദ്ധി പിന്നെ ആരാ കണ്ടുപിടിച്ചെന്നാവല്ലേ. അപ്പൊ ഏതായാലും ഇപ്പൊ അടുക്കളയിൽ വളരെ ലേറ്റ് ആയിട്ടാണ് പണി തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ മാതിരി. അപ്പൊ ഇഡ്ലി ഇതൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം നൂൽപുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാണ്. 1 മണിക്കൂറുള്ള അല്ലേ. അപ്പൊ ഞാനും കൂടി ഇവരെ കൂടെ. അപ്പൊ മഴ നല്ല അടിപൊളിയായിട്ട് പെയ്യുന്നുണ്ട് കേട്ടോ. മഴ ഇപ്പൊ ഒന്നും കൂടി സ്പീഡ് കൂടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വന്നതിന് ശേഷം ഒന്നുകൂടെ കുറഞ്ഞിന്ന് മഴ. ഇതുണ്ടെങ്കിൽ പൊതുവേ ഇപ്പൊ 2 ദിവസത്തിന് മുമ്പ് മഴ പെയ്തുകൊണ്ട് ഒന്ന് പച്ചപ്പ് വന്നിട്ടുണ്ട്. നമ്മുടെ ഇവിടെ പറമ്പുകളൊക്കെ നല്ല പച്ചപ്പ് വന്ന് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇപ്പൊ ശരിക്കും ചൂടെല്ലാം പോയി നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് രാത്രിയൊക്കെ അടിപൊളിയായിട്ട് അൽഹംദുലില്ലാഹ് നന്നായിട്ട് കിടന്നുറങ്ങാം. ഗ്യാസ് ഇല്ലാത്തവർക്കൊന്നും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് നമുക്കൊന്നും അറിയില്ല. കാരണം അറിയേണ്ട ആവശ്യമില്ല. നല്ല അടിപൊളിയായിട്ട് ഇപ്പം തന്നെ നല്ല തണുപ്പ് വന്നിട്ടുണ്ട്. നോമ്പിൻ്റെ ക്ഷീണമൊക്കെ വിട്ടിട്ടുണ്ട് എല്ലാവർക്കും. അപ്പോൾ നല്ല പച്ചപ്പ് വന്നു. ഇതിനു മുമ്പ് 2 പ്രാവശ്യം കൂടി ഇതിനു മുമ്പ് മഴ പെയ്തല്ലേ. അപ്പം 3-ാം പ്രാവശ്യം ഇതേ വാൻ്റെ ഏറെ വാങ്ങി പറയണ്ടേ നടക്കൂല. ചെറുതയാ ഇതിമെന്ന് എത്ര ചെറുത് കിട്ടൂല. എടുത്തോളാ
അപ്പോൾ വായൻ്റെ വെട്ടാൻ പറ്റും. എന്താ പരിപാടി പോയി നോക്കട്ടെ. അപ്പൊ എന്തേ നൂലേറ്റിട്ട് കളി? ഇത് കൊറേ ദിവസമായിട്ടേ എന്താണ് നൂൽപുട്ടിന്റെ എന്താണ് ഈ കുറ്റിയല്ല ഇഡലിന്റെ ഈ സാധനം എടുക്കാതായിട്ടേ അതിന് അടി പൊടിക്കും. എണ്ണ ഇട്ടൊന്നും കാര്യമേ എന്ത് ചെയ്യും വായന്റെ പെട്ടെന്ന്. വായന്റെ വെച്ചാലുള്ള ഗുണം എന്ന് വെച്ചാൽ ഒന്നാമത് അവിടെ ഒട്ടിപ്പിടിക്കൂലല്ലേ, പെട്ടെന്ന് എടുക്കാനും കിട്ടും. അത് ശരി, അതുകൊണ്ടാണ് വായന്റെ. പിന്നെ നല്ല ടേസ്റ്റും വരും. കാരണം വായന്റെ പൊതുവെ ഈ പത്തിരിയൊക്കെ വായന്റെ ചുട്ട ടേസ്റ്റ് വേറെ ഉള്ളു. ഓക്കെ, ഈ 2 പീസ ഒരു 2 മതി. ചിക്കൻ ഇവിടെ പീങ്ങാൻ വെച്ചിക്കണല്ലേ. ചിക്കൻ ചട്ടി ഇവിടെ ഒരു മസാല ഇടേക്കുള്ള തയ്യാറെടുപ്പ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കുറുമക്ക് ആദ്യം കുറച്ച് പെരിഞ്ചീരകം കൂടി നിൽക്കാലോ. ഗ്യാമ്പൊന്നൊക്കെ പൊട്ടിക്കാനുണ്ടായിരുന്നു, അത് മറന്ന്. അപ്പൊ ചെയ്യാം, കുറച്ച് ഇറ മസാല ഇട്ടാൽ മതി. അങ്ങനെ മൂക്കിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചട്ടകം നോക്കാം. ചട്ടകം ചിക്കൻ കുറുമയാണ് അപ്പൊ റെഡി ആയിക്കൊണ്ടിരിക്കണത്. അതിനുള്ള മസാല റെഡി ആയിക്കൊണ്ടിരിക്കണല്ലേ. ചിക്കൻ കുറുമ നോമ്പിന് പിന്നെ ചിക്കന് പല പേരിടും. അങ്ങനെ ഉണ്ടല്ലേ. പിന്നെ വെല്ലുള്ളി, 2 പച്ചമുളക് നല്ല വാടണമെന്നില്ല, അത് എല്ലാവർക്കും എന്നാലും അറിയാത്തവർക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കഴിയുമെന്ന് പറയുന്നത് എനിക്കറിയില്ല. ഇന്നത്തെ കാലത്ത് ഇതിനെ പറ്റി ആർക്കും പറഞ്ഞു കൊടുക്കാം. ആണുങ്ങൾക്ക് അറിയാൻ അറിയാത്തതുണ്ടാവില്ല. ആണുങ്ങൾക്കോ യൂട്യൂബുള്ളോടത്തോളം കാലം ആരും നിരാശപ്പെടില്ല. ഉള്ളിടത്തോളം കാലം നിരാശപ്പെടില്ല. എന്താ പറയാ, ഒന്നുമില്ല, എല്ലാവർക്കും അറിയാം. അല്ല, ഞാൻ ഇപ്പൊ ഇന്നലെ ഒരു ഷോർട്സ് കണ്ട. അതിലേ ഡോക്ടർ കണ്ടു രോഗിനോട് പറഞ്ഞു, രോഗി ചോദിക്കണ്ടേ സാർ എപ്പോഴാണ് ഞാൻ ഇവന്ന് ഡിസ്ചാർജ് ആകാൻ ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്? അത് ഇതിൻ്റെ ഓപ്പറേഷൻ്റെ സക്സസ്ഫുൾ എങ്ങനെ അതേപോലെ ഉണ്ടാവും, എങ്ങനെയാണ് ഉണ്ടാവും? അതെന്താ അങ്ങനെ വെച്ചു? അല്ല, ഞാൻ യൂട്യൂബിലൊക്കെയാണ് ചെയ്യുന്നത്. എന്നാ മാതിരി യൂട്യൂബുള്ളോടത്തോളം കാലതാ കൊയങ്ങൂല മക്കളെ, കൊയങ്ങൂല. അപ്പോ അടുത്ത മാവ് ഇവിടെ സാധനം വെച്ചോട്ട് പുറത്തേക്ക് മാവ് വരാതിരിക്കാൻ അതൊക്കെ പൊയ്ക്കൊണ്ടിരുന്നു. അതൊക്കെ പൊയ്ക്ക് എടുക്കാതായിട്ടേ നടക്കണന്റെ തട്ടിക്കൊട്ടല് കുറെ പൊയ്ക്കണം. അതില്ലേ ഒരു വാസനമായി. അപ്പൊ മാവ് അടുത്തത് അതിനുള്ളിൽ നടക്കാൻ പോവാണ്. ഈ നൂൽപുട്ടില്ലാത്ത സ്ഥലങ്ങളൊന്നും ഇല്ലല്ലേ, പേര് മാത്രം മാറുന്നുള്ളൂ അല്ലേ? നൂൽപുട്ട് പൊതുവെ എല്ലായിടത്തും ഉണ്ട്. ഈ തിരുവനന്തപുരം നൂലപ്പം എന്ന് പറയും, പാലപ്പം എന്ന് പറയും. ചെറുപ്പം മുതലേ ഞാൻ തിന്നലുടങ്ങിയേ. ഞങ്ങൾ ആദ്യം ഭക്ഷണം കഴിക്കൽ ആദ്യം തിന്നലുടങ്ങിയത് ഞങ്ങൾക്ക് കുടിക്കലിന് സാധനം വന്നപ്പോ ഈ നൂൽപുട്ടിന്റെ ഇത് കൊടുന്നേ. അതൊക്കെ എന്താ ചെയ്യണേ ഞങ്ങൾക്ക് അറിയില്ല. ഇത് എന്താണ് ഇതിന്റെ ഉപയോഗം എന്ന് മനസ്സിലായിട്ടില്ല. നൂൽപുട്ടും കുറ്റി ഉണ്ട്, ഇത് എന്താ ചെയ്യണേ ഞങ്ങൾക്ക് അറിയില്ല. എങ്ങനെയാണ് നൂൽപുട്ട് ഉണ്ടാക്കാന്ന് അറിയില്ല. ഒന്നും അറിയില്ല. കുറെ കാലത്തിന് ശേഷം കുറെ പാത്തച്ച്, പിന്നെ കുറെ കഴിഞ്ഞതിന് ശേഷം പാത്തച്ച് പിന്നെ കുട്ടിമ കളിയാക്കുന്നുണ്ടില്ല, കൊറേ അത് പാത്തച്ച്. എന്നിട്ട് എന്താണ് പിന്നെ യൂട്യൂബിലെ ഈ ഇതിലുണ്ടല്ലോ ഏഷ്യാനെറ്റിലോ കുക്കറി ഷോയിലോ അങ്ങനെ എന്തൊക്കെയാ കണ്ടുകാണ്ട് പിന്നെ ഞങ്ങൾ ചെയ്യൽ തുടങ്ങി. എന്നിട്ട് നമ്മളെ ഇത് ശരിയായിട്ട് അയൽവാസിത്തൊക്കെ പോയി വാങ്ങിക്കൊണ്ടുപോകും. പിന്നെ അങ്ങനെയാണ് നൂൽപുട്ട് തിന്നൽ തുടങ്ങി. എന്നെ സാധനം ഇപ്പൊ അതുകൊണ്ട് അമ്മാനെ മാടൽ തുടങ്ങി. മടയാണ് ഉണ്ടാക്കാന് ഒരുവിധം വരില്ല നൂൽപുട്ട് ഉണ്ടാക്കാൻ വേണ്ടി. ഞങ്ങള് ഇപ്പൊ മാള് ഇത്രയും പറഞ്ഞു, ഞങ്ങൾ ഇപ്പൊ അടുത്താണ് ഇങ്ങനെ ഒരു കടി ഉണ്ട് എന്നുള്ള ഇപ്പൊ അടുത്ത് അറിഞ്ഞത് അല്ലേ. എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയണത്? പിള്ളേരാണ് ഇവിടെ വന്നതിന് ശേഷം ഇഷ്ടംപോലെ ഉണ്ടാക്കിയത്. പക്ഷെ ഈ സംഭവം അതാ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂല. ഇവിടെ രാവിലെ പണിക്ക് പോണ നേരത്തൊന്നും ഈ നൂൽപുട്ട് ഉണ്ടാക്കാൻ പറ്റൂല. അപ്പൊ എളുപ്പം ദോശ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് അൽഹംദുലില്ലാ ഭക്ഷണം ആൾക്ക് പൊതുവേ ഭയങ്കര താല്പര്യമാണ്. ഏത് ഐറ്റം ഭക്ഷണം ഉണ്ടാക്കാൻ. കാരണം ഞാൻ തന്നെ വല്ല മുങ്ങലാണ് ഓരോ സാധനം വാങ്ങേണ്ടി വെച്ചിട്ട് അത് വേണം ഇത് വേണമെന്ന് പറയുമ്പോൾ. എന്താ വെച്ചാൽ ഓരോരോ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. പൊതുവെ നമ്മൾ പൊതുവെ മധുര ഐറ്റംസ് ഒന്നും ഞാൻ ഉണ്ടാക്കൂല.
പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ഐറ്റം വെള്ളിയാഴ്ച അതും എനിക്കിഷ്ടമല്ല. വെള്ളിയാഴ്ച എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കും, ഇല്ലെങ്കിൽ ഉള്ളതുപോലെ ഉള്ളതായിട്ട് ഉണ്ടാക്കും, അത്രേ ഉള്ളൂ. അങ്ങനെ വലിയതൊന്നും ഉണ്ടാവില്ല. വെജിറ്റബിള്, ഇറച്ചിയിട്ട്, മീനായിട്ട് അങ്ങനെയൊക്കെ പുതിയ ഡിഷുകൾ. അല്ലാതെ ഈ പൊരിക്കടികള് പിന്നെ മധുരമുള്ള സംഭവങ്ങളൊന്നും എനിക്ക് ഉണ്ടാക്കാൻ ഇഷ്ടമല്ല. ഈ അടുക്കളയിലുള്ള ഫുഡുകളില്ല, ഇത് ഏറ്റവും നന്നാക്കി ഞാൻ ഉണ്ടാക്കും. ഒന്നും നടന്നില്ലെങ്കിൽ നമ്മളെ റേഷൻ കടയിലെ പച്ചരിയിട്ട് ബിരിയാണി വെക്കും. ഭയങ്കര ഇഷ്ടമാണ്. വേറെ പണികൾക്കൊക്കെ മടിയാണ്, ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ ഏതായാലും ചിക്കൻ കുറുമ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കട്ടെ. അത് ഞാൻ പണ്ടേ വീട്ടിൽ നിന്ന് അങ്ങനെ തന്നെ. ഇപ്പൊ വേറെ പണികളൊക്കെ എടുക്കാൻ എനിക്ക് മടിയാണ്, പക്ഷെ ഭക്ഷണം ഉണ്ടാക്കണ എനിക്ക് ഇഷ്ടമാണ്. അതെ അതെ, അതാണ് ഇപ്പൊ നമ്മൾ അവിടെ ആ കഴിച്ചിലായത് അല്ലേ. കാരണം നമ്മളൊക്കെ എന്ന് വെച്ചാൽ എല്ലാവരും ഭക്ഷണപ്രിയന്മാർ തന്നെയാണ്. അപ്പോ ഇല്ലില്ല, കരിയാൻ മാത്രം ആയിട്ടില്ല, പക്ഷേ കുറച്ച് വൈകിയിരുന്നെങ്കിൽ കരിഞ്ഞു. ഇപ്പൊ കരിഞ്ഞിട്ടില്ല, കറക്റ്റായി. അപ്പൊ മസാല ലേശം വൈകി, പക്ഷേ ക്രിട്ടിക്കൽ സ്റ്റേജിൽ വിട്ടിട്ടില്ല. അതെ, വർത്താനം. എന്നാലും ആ ക്രിട്ടിക്കൽ സ്റ്റേജ് കാത്തുക്കണേ, അങ്ങനെ ആവാൻ പാടില്ല. ഏതായാലും അത് ബ്രൗൺ കളറായി മാറ്റി വെച്ചിട്ടുണ്ട് ചൂടാക്കാൻ അല്ലേ. പിന്നെ ഇതിവിടെ എവിടുന്ന് പൊക്കി? ഇത് ഞാൻ കിറ്റിന്ന് പൊക്കി വെച്ചതാ. അപ്പൊ നല്ല അടിപൊളി കുറുമനെ എന്നും ഞാൻ അവിടെ അടി ഇറക്കുന്നുണ്ട്. എന്നും തരികിട കുറുമൻ എന്നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കണം എന്ന് മനസ്സിലുണ്ട്. അടിപൊളി ആയി. പക്ഷെ അതിക്ക് നൂൽപുട്ടല്ലേ വേണ്ടത്. കുറുമ ഉണ്ടാക്കണ്ടെങ്കിൽ ഞാൻ യാക്കൂബിന്റെ പൊറാട്ട കൊടുത്തു. പൊറാട്ട വേണ്ട, ചേരില്ലേ? അല്ല, എല്ലാം ചേരുന്നില്ലേ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് അല്ലേ. ഞാന് ചിക്കന്റെ കഷ്ണം ചിക്കൻ ആയിക്കൂടിയാണ്ട് മലപ്പുറം ഭാഷയിൽ പോയ പറഞ്ഞാല് പാഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് കുറച്ച് ഉരുളങ്കിഴങ്ങ് കൂട്ടി ലേശം ക്യാരറ്റ് വെച്ചിട്ട് പിന്നെ കളർഫുൾ ആയിക്കോട്ടെ. അതെ, അപ്പൊ കൂടുതലാവുമ്പോഴേ കുഴപ്പമില്ല. അപ്പൊ ഇതിക്ക് ലേശം തേങ്ങ വെച്ചത് ഓവർ വേണ്ട, കാരണം കേശാനെറ്റ് ഒക്കെ കുറവായതുകൊണ്ടാവില്ല. ഏഷ്യാനെറ്റ് അല്ല, അണ്ടിപ്പരിപ്പ് കുറവായതുകൊണ്ടാവും. ശരിക്കും ഇതിൽ കുറുമയിൽ തേങ്ങ ഇടുവോ? ഒരു ഇത്തിരി ഇടൂല. തേങ്ങാപ്പാല ഒഴിക്കല്. തേങ്ങാപ്പാല ഒഴിക്കണ ഞാൻ ഇങ്ങനെ കൂട്ടിയാണ് അരച്ചു കൊടുക്കുന്ന. പിന്നെ ഇത് ചിക്കനൊക്കെ കുറവല്ല, തെളിവെള്ളാവും. നമ്മള് പീടിയൊക്കെ ഉണ്ടാക്കിന്നൊന്ന് തേങ്ങ ഇട്ടിരുന്നു. ഓർമ്മയില്ല, അന്ന് ഞാനല്ലേ ഉണ്ടാക്കിയത്. എനിക്ക് ഓർമ്മ ഉണ്ടാവില്ലേ. എന്തായി നീരാട്ട് കഴിഞ്ഞാ? എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ അനുഭവം? മഴ ആയതുകൊണ്ട് സൂപ്പർ. ഇപ്പൊ പുറത്ത് നല്ല മഴ പെയ്തോണ്ടിരിക്കാണ്. അപ്പൊ പുറത്ത് നിന്നുണ്ടെങ്കിൽ നമ്മളെ അടുക്കള ഭാഗമാണ് ഈ കാണുന്നത്. നല്ല അടിപൊളി മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കണ്ട. നോമ്പറക്കാൻ അധികം സമയമൊന്നുമില്ല, ഏകദേശം 1.5-3 മണിക്കൂർ ഉണ്ടാവും. എന്നാലും ഈ മഴ ഇങ്ങനെ പെയ്യുന്ന ആ സൗണ്ട് കേട്ടുകൊണ്ട് ഇങ്ങനെ പണിയെടുക്കാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു മോളോ. അപ്പൊ അതിന്റെ അടിയിൽ റെഡി അതൊക്കെ ഇതിലിട്ടാ ഇതാക്കാൻ പോണില്ല. ഓക്കെ, ഒരു പൊടി തേങ്ങ, അണ്ടിപ്പരിപ്പ് കട്ടത് കുറച്ച് തോന്നിട്ടാണോ? മതിയാ? പൊതിർന്ന ടേസ്റ്റ് ഉണ്ടോ? വെള്ളത്തിലിട്ടാണ് ആ എരും ഇതൊക്കെ ഉണ്ട്. അപ്പൊ നല്ല പേസ്റ്റ് ആയി അരച്ചെടുത്ത് ഇപ്പൊ നമുക്ക് അതിൽ മിക്സ് ചെയ്യാം. ഓക്കെ, ചട്ടിന്റെ മേലെ കയറ്റിയേക്കാം. ഇപ്പൊ കുറച്ചിട്ട് കഴിഞ്ഞ് ഒരു കുറവേറ്റ ഉണ്ടാച്ചിട്ട് ഞാൻ കുറച്ചും കൂടി കുരുമുളക് പൊടി ഇട്ടുണ്ട്. ബാക്കി വേറെ മസാല ഒന്നും ഇടണില്ല. ഗരം മസാലയും വേവിച്ചപ്പെട്ടുള്ള ഇടേണ്ട ആവശ്യം. ഗരം മസാല ഏറെ കുറുമന്റെ ടേസ്റ്റ് പോയി. പച്ചമുളകും കുരുമുളകും പൊടിന്റെ എരു മാത്രമേ ഉള്ളൂ. അപ്പൊ അരച്ച് വെച്ച അണ്ടിപ്പരിപ്പും മോനെ കുളിച്ചു കഴിഞ്ഞതാ? മഴ ഉണ്ടല്ലോ കുളിച്ചത്? അല്ലാതെ തിരിച്ചു
ഒന്ന് കുറച്ചുകൂടി വെള്ളം ഒഴിക്കണം. പിന്നെ കുറച്ച് തക്കാളി, ഒരു അര കഷ്ണം തക്കാളി, ഭംഗിയും കൂടി വേണ്ടിയിട്ടില്ല. പിന്നെ നല്ല ഒരു ടേസ്റ്റിനാണ്. ഞാൻ നല്ല തിളക്കട്ടെ. ഇത് നല്ല തിളക്കട്ടെ. അപ്പോൾ നൂൽപുട്ട് റെഡി ഉണ്ട് അല്ലേ, ഇടിയപ്പം റെഡി ഉണ്ട്. അതേപോലെ ഇങ്ങനെ നേരെ എടുത്ത് ആ ഇല വെച്ചിട്ട് ഇങ്ങോട്ട് തട്ടുകയാണ്. ലാസ്റ്റ് ഇളന്നൊട്ടി ഇല്ലല്ല, അത് പോരും കറക്റ്റ് പോരും. രണ്ടിൽ ഞങ്ങൾ നല്ലൊരു ഐഡിയ കിട്ടാം. നല്ലൊരു ഇതാണ്, നല്ലൊരു അതാണ് ഈ ഇത് അല്ലേ. നല്ലൊരു ഇതാണ്. അതെ, വീണ്ടും ആ ഇല യൂസ് ചെയ്യാൻ പറ്റും. അതെ, കോമഡി. അപ്പൊ റെഡി ഉണ്ട്. അതെ, അപ്പൊ നൂൽപുട്ട് വീണ്ടും അടുത്ത് വയ്ക്കാൻ പോണേ. വേറെ ആദ്യത്തെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ചിക്കൻ കുറുമ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ അതും ഇങ്ങോട്ട് ഇറക്കി വെക്കാം, തിളക്കണം. ഓക്കെ, അപ്പോൾ ബാങ്ക് കൊടുക്കാൻ പോവാണ്. ബാങ്ക് കൊടുക്കാൻ സമയമായിക്കണേ. ചിലയിടത്തൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നോമ്പറക്കാൻ പോവാണ്. ഇന്നത്തെ ഐറ്റംസ് ഇതൊക്കെയാണ്: പൈനാപ്പിൾ ജ്യൂസ്, ആപ്പിള്, പച്ചക്ക, കുറുമ എത്തിയിട്ടുണ്ട്. ഇതുപോലെ ചിക്കൻ കുറുമ. അപ്പൊ ഞങ്ങൾ നോമ്പറക്കാൻ പോട്ടെ. മാളുവാ കഴിഞ്ഞില്ല എന്നാ അപ്പൊ റെഡി അല്ല. അപ്പൊ നൂൽപുട്ട് ഞാൻ ഇങ്ങനെ വലിയതാക്കിയിട്ട് ചുടലിട്ടാ. ഇഡലി ഷേപ്പിൽ കുഞ്ഞു കുഞ്ഞാക്കിയാണ് എനിക്ക് ഇഷ്ടമല്ല. വലിയതാക്കിയിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമല്ലോ, വാങ്ങി കൊടുക്കുന്നത്. അപ്പോൾ സ്നാക്സ് ആയിട്ട് ഒന്നും പൊരിക്കടി അങ്ങനത്തെ ഒന്നും ഇല്ല. പിന്നെ ആകെ ഉണ്ടായിരുന്ന ബത്തക്കയാണ്. ബത്തക്കയാണെങ്കിൽ എന്തോ ഒരു വാട്ട എന്തോ സംഭവിച്ചു, വാടിയിട്ട് വലിയ മധുരം കാര്യമൊന്നും ഇല്ല ബത്തക്ക. പിന്നെ ഇപ്പൊ ജ്യൂസ് കുടിച്ച് ഇനിയിപ്പോ ഇതാ നൂൽപുട്ട് കഴിക്കാൻ പോണേ. ആപ്പിൾ വെച്ചില്ല. ആ, അപ്പോൾ ഓക്കെ. എങ്ങനെയുണ്ട് നൂൽപുട്ടും കുറുമയും കൂടി ഉണ്ടല്ലേ? ടേസ്റ്റ് ഉണ്ടല്ലേ? പിന്നെന്താ? പിന്നെ ഇത് ഞാൻ എന്റെ രീതിയിൽ ഉണ്ടാക്കിയതാണ്. നിങ്ങൾ ഇതിനെക്കാട്ടി അടിപൊളിയൊക്കെ ഉണ്ടാക്കി കഴിക്കാറോ അല്ലേ? അപ്പൊ എന്താണ് എന്താ പൊന്നോ കാലല്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അല്ലേ? അതെ. അപ്പോൾ നിങ്ങളെ റംസാന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കൊണ്ടേ. ഞങ്ങളെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ്. ഇന്നത്തെ 15ാമത്തെ നോമ്പ് തുറന്ന് റായത്തായിരിക്കണം, അൽഹംദുലില്ലാ. ഓക്കെ. പിന്നെ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ, ഇഷ്ടപ്പെട്ടവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതെ. പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ നാളെ പുതിയ വീഡിയോ വരാം. എല്ലാവർക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും. നോമ്പറക്കലൊക്കെ കഴിഞ്ഞ് ഇതാ ബെഡ്റൂമിൽ വെച്ച് എല്ലാരും കൂടി ഇതാ മാങ്ങിയും ചാമ്പയ്ക്കും നുറുക്കി ഇപ്പ് മുളക് കട്ട്. ഇത് ഞങ്ങൾ കിടക്കണ സ്ഥലാട്ടാ. കട്ടിലൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഈ കോസല് വിരിച്ചിട്ട് നിലത്താണ് കിടക്കുക. ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ട്. തിന്നോളി എനിക്ക് വേണ്ട. ഇവന്റെ നാമ നിറച്ച് പുണ്ണായിക്കിട്ട് തിന്ന് കുറെ ദിവസത്തേക്കണ്. നിങ്ങൾ എവിടുന്നോ കൊണ്ടുവന്നേ ചാമ്പക്ക ഒരു വീട്ടിൽ നിന്ന് കിട്ടിയാണ്. ഈ മാങ്ങ എവിടെ കിട്ടിയാ? ആ മാങ്ങ ലോറി ഇട്ട് പോകുമ്പോ ലോറി കയറി കൂടിയാണ്. മാങ്ങ ഓടുന്ന കയറി കൂടി ലോറിക്ക് വീടാണ്. പക്ഷെ ലോറി നിർത്തിയ ലോറിയിൽ മാങ്ങ പിന്നെ ആ ലോറി കിടന്ന് കേടല്ല എടുത്തോണ്ട് തിന്ന് മാളല്ല. അപ്പൊ എങ്ങനെയുണ്ടേ ഈ മാങ്ങ എവിടുന്നെങ്കിൽ ഏത് മൂച്ചിമെന്ന വീണാ ഞങ്ങളോട് പൊരുത്തപ്പെട്ടുണ്ട്. ഈ മാങ്ങ തിന്നുന്നുണ്ട് കേട്ടോ. ഇല്ലോ ഏത് വൈക്കാ ലോറിയിട്ട് പോയിന്നൊന്നും പറഞ്ഞോട്ടാളേ. പോയത് നമ്മളെ ഡിസ്കോ പഠിക്കുന്നത് താഴത്തേക്ക് തിരുവമ്മന്റെ ആ റോട്ടിനാണ്. അതിലേത്തോ ഒരു മാങ്ങയാണ്. ഏതായാലും ആ മൂച്ചിനോട് സാധാരണ പറയണ പൊരുത്തപ്പെട്ടാണ്ട്. ഇല്ലോ അമ്പലക്കുളറോട് അമ്പലപ്പുറത്താണ്. ഇത് കണ്ടില്ലേ, ഇവർക്കൊക്കെ ഇത് ആയാ മതി. ഇത് വല്ല പുളി ഇഷ്ടല്ല. നിസ്കരിച്ചാണ് ഇവിടെ തന്നെ ഇരുന്ന്. നമ്മള് പുറത്ത് ഷോപ്പിൽ നിന്ന് വാങ്ങണ മാതിരില്ല. നമ്മളെന്നെ പുല്ലിട്ട് ഉപ്പും മുളകിട്ട് തിന്നുമ്പോതാ ഒന്നൊന്നര പോലെ. ഇങ്ങനെ ആരെങ്കിലും തിന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തിട്ടാ ഇഷ്ടം പോലെ ഉണ്ടാവും. അതന്നെ നോമ്പ് പറഞ്ഞാ പണി എല്ലായിടത്തും ഉള്ള കടാളും ഫുള്ള് തന്നെ പണി. ഇതാണ് പണിട്ടാ. കടയിൽ നിന്ന് കുറച്ചും ബാറ്ററി വെള്ളം ചേർക്കും.